ഇന്നത്തെ വ്ളോഗിലെ നമ്മൾ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. കുറച്ചധികം തന്നെ വിഷമമുള്ളൊരു വ്ളോഗും ദിവസമല്ലാന്നിത്. അറിയാമല്ലോ, ഞാനും കുട്ടികളും മാത്രം നാട്ടിലേക്ക് പോകുന്നതാണ്. അന്നേരം എന്തായാലും വിഷമം ഉണ്ടാവുമല്ലോ. അപ്പം രാവിലെ തന്നെ വേഗം കുറച്ച് പണികളെല്ലാം ഉണ്ടായിന്. അതെല്ലാം കഴിഞ്ഞിട്ട് ഫ്രഷായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന്. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 12:30 അങ്ങനെയെല്ലാം ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ആദ്യം ഫുഡ് ഉച്ചക്കേക്ക് ഉണ്ടാക്കാൻ നിന്നാലില്ലേ, പിന്നെയും ക്ലീനിങ് എല്ലാം നിന്ന് അങ്ങനെ ലേറ്റായി പോകും. അതുകൊണ്ട് തന്നെ ഫുഡ് ഇന്ന് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മളെ റൂമിൻ്റെ താഴെ തന്നെ ഇല്ല റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിക്കുന്നത്. ഇവിടെ ഇത്രയും നല്ല ഫുഡ് ഉണ്ട് നമ്മൾ ഇപ്പം എന്നിട്ട് അറിയുന്നത്. ഇതുവരെ നമ്മൾ ഇവിടുന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. നല്ല പൊറോട്ടയും അതുപോലെ തന്നെ ബീഫ് റോസ്റ്റ് അങ്ങനെ എന്തോ നമ്മൾ വാങ്ങിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിന് ശരിക്കും. അങ്ങനെ ഫുഡെല്ലാം നമ്മൾ നല്ലോണം ആസ്വദിച്ച് കഴിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് ഉണ്ടായിന്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് തന്നെ വേഗം തന്നെ തിരിച്ചു പോയിട്ടാ. എന്നിട്ട് അവിടുന്ന് കുറച്ച് പണികളെല്ലാം ഉണ്ടായിന്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ പെട്ടിയെല്ലാം ഫുള്ള് നേരത്തെ പാക്ക് ചെയ്തിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ ഇതെല്ലാം വണ്ടിയിലേക്ക് വെക്കാൻ വേണ്ടി പോക്കാന്ന്. പിന്നെ നമ്മൾ ലഗേജും കാര്യങ്ങളെല്ലാം എടുത്തതിന് ശേഷം നമ്മൾ റൂമെല്ലാം ക്ലോസ് ചെയ്തിട്ട് ഇറങ്ങി. റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തോ ഭയങ്കര വിഷമമുണ്ട്. നമ്മൾ ഇത്രയും ദിവസം നിന്ന് റൂമല്ലേ എന്നെല്ലാം വിചാരിച്ചിട്ടൊരു ടെൻഷനുണ്ട്. എന്നാലും അതിലൊന്നും അധികം മൈൻഡ് കൊടുക്കാതെ ഞാൻ ഈ വീഡിയോ എടുക്കലിലേക്ക് മൈൻഡ് കൊടുത്തിട്ടാണ്. എന്നാലും അത്ര വിഷമം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള മിററാണ് കേട്ടോ. താഴേക്ക് വരുമ്പം താഴെ ഫ്ലോറിൽ പുറത്തുനിന്നുള്ളൊരു മിററാണ്. അധികവും ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴും നല്ലോണം ഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു മിററിന് എന്തായാലും ഒരു വീഡിയോ ഫോട്ടോ എടുത്തിട്ട് പോകും. അങ്ങനെ ആ മിററിനെല്ലാം നല്ലോണം മിസ് ചെയ്തുകൊണ്ട് ഞാൻ ഇറങ്ങി. ഈ കുറച്ച് ദിവസമില്ലേ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ് ഉണ്ടായത്. അൽഹംദുലില്ലാ. അങ്ങനെ മാഷാ അല്ലാ അങ്ങനെ നമ്മൾ ഇതാ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 10-15 മിനിറ്റ് മാത്രമേ ഡ്രൈവ് ഉള്ളൂ എയർപോർട്ടിലേക്ക്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ. ഈ ടൈമിൽ ഒരുപാട് ഫ്ലൈറ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മളെ ലഗേജെല്ലാം എടുത്ത് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ആവലാന്ന്. ഫസ്റ്റ് തന്നെ ബോർഡിംഗ് പാസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ടെൻഷനിലാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബോർഡിംഗ് പാസ്സെല്ലാം കിട്ടി. ലഗേജെല്ലാം കൊണ്ടുപോയി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇനിയാണ് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ടൈം. യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ രണ്ട് ഭാഗത്തേക്ക് പോകുന്നത്. അപ്പം അങ്ങനെ യാത്രയെല്ലാം പറഞ്ഞ് ഇൻഷാ അല്ലാ കാണാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങലാണ്. ഭയങ്കര ഒരു വിഷമമുള്ളൊരു ടൈമാണ് കേട്ടോ ഇത്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കലിലേക്ക് ഫോക്കസ് കൊടുത്ത് എന്താ വെച്ചാൽ എന്നാൽ മൈൻഡിന് അത്ര പ്രശ്നം ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഫോൺ വിളിച്ചുകൊണ്ടുണ്ട്, അതുകൊണ്ട് അത്ര പ്രശ്നം ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ ഗേറ്റിലേക്ക് പോയി. ഗേറ്റിൻ്റെ അടുക്ക ഒരു 1 ഹവറിൻ്റെ അടുക്ക വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിന്. ആ ഒരു ടൈമിൽ ഡ്രിങ്ക്സ് എല്ലാം വാങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. ഓറഞ്ചിൻ്റെ ജ്യൂസ് വൈകുന്നേരമാണ്, ചായ ഒന്നും കുടിച്ചിട്ടില്ല. അങ്ങനെ ജ്യൂസെല്ലാം കുടിച്ചു. പിന്നെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കലാന്ന്. ഈ ഒരു ടൈമിലും ഞാൻ ഫോട്ടോ എടുക്കലും വീഡിയോസ് എടുക്കലും അങ്ങനെ എന്തെല്ലോ ചെയ്തുകൊണ്ട് മൈൻഡൊന്നും കുറച്ചൊന്ന് ഇതായിട്ടുണ്ടായിന്. പക്ഷെ എത്ര ഇതാക്കിയാലും മനസ്സിൽ ഭയങ്കര വിഷമമാണ്. ഉള്ളിലേക്ക് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയാലും ഒരു ഭയങ്കര ഒരു ഇതാണ് ഉണ്ടായത്. പക്ഷെ കുഴപ്പമില്ല. അങ്ങനെ പിന്നെ ഇത് എല്ലാവർക്കും പറഞ്ഞിട്ടില്ല തന്നെയല്ലേ അല്ലേ. പിന്നെ ഞാൻ ബാഗിൽ ഇവർക്ക് ചോക്ലേറ്റ്സും കേക്കെല്ലാം കീപ്പ് ചെയ്തിട്ടുണ്ടായിന്. ഫുഡ് എന്തായാലും ഫ്ലൈറ്റിലുണ്ട്, എന്നാലും കുട്ടികൾ കൂടെ ഇല്ലല്ലേ, എന്തെങ്കിലും അത്യാവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മളെ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് തന്നെ എനിക്ക് എൻ്റർ ആകാൻ പറ്റിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇൻഫൻ്റ് കൂടെ ഉള്ളതുകൊണ്ട് ഒരു പരിഗണന ഉണ്ടല്ലോ. അങ്ങനെ പിന്നെ ഈ ടെൻഷൻ്റെ എല്ലാം അടുക്ക് നമ്മൾ ബോർഡിംഗ് പാസ് എടുക്കുന്ന ടൈമിൽ ബേബി ബാസ്ക്കറ്റിൻ്റെ കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയി. അതുകൊണ്ട് നോർമൽ സീറ്റ് തന്നെയാണ് കിട്ടിയത്, ബേബി ബാസ്ക്കറ്റും ഉണ്ടായിട്ടില്ല. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു 5 മണിക്കൂറിൻ്റെ അടുക്ക ട്രാവൽ ഉണ്ടായിന്. ഞാൻ കുഞ്ഞിനെ പ്രശ്നമില്ലാതെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിന്. പിന്നെ നോർമലി കാണാത്ത ഒരു പ്രത്യേകതയാണ് കേട്ടോ ഈ കുവൈത്ത് എയർവേസിൽ കണ്ടത്. വരുമ്പോൾ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് വെച്ചാൽ നമ്മൾ വണ്ടിയിലേക്കെല്ലാം കയറുമ്പം ചെല്ലുന്ന ആയത്തുണ്ടല്ലോ, അത് ഇവർ ഫുള്ളായിട്ട് അങ്ങനെ ചെല്ലും. അതിൻ്റെ കൂടെ നമ്മൾ ചെല്ലും കേട്ടോ. അത് ഒരു പ്രത്യേക ഒരു ഫീലാണ്. പിന്നെ അങ്ങനെ ഇപ്പം ഫ്ലൈറ്റ് പോകാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. ഈ ഒരു ടൈമിലല്ലേ ഭയങ്കര ഒരു വിഷമമാണ്. പക്ഷേ എല്ലാം എന്താ പറയണ്ടേ, ഒരു നല്ലതിനെന്ന് വിചാരിക്കാം.
അങ്ങനെ ഈ മാപ്പിലേക്ക് നോക്കുമ്പോൾ ആണെങ്കിൽ കുവൈത്ത് വിടുന്ന സമയത്ത് ഭയങ്കര ഒരു ടെൻഷനാണ്. നമ്മൾ ആടുന്ന് പോലായില്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ഞാൻ എന്താ പറയണ്ടേ, ഓരോരോ മൈൻഡെല്ലാം മാറ്റി നമുക്ക് കുട്ടികളായിട്ടെല്ലാം ഒരു ഇതായി. അതുകൊണ്ട് അത്ര എന്താ പറയണ്ടേ, വിഷമമുണ്ടെങ്കിലും അത് അത്ര അങ്ങോട്ട് ഞാൻ മനസ്സിലേക്ക് കൊടുത്തിട്ടില്ല. പക്ഷെ ചില സമയത്ത് കയ്യിൽ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ചില സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് ഭയങ്കരമായിട്ടുള്ള വിഷമമെല്ലാം വരും. പക്ഷെ കുഴപ്പമില്ല. അങ്ങനെ ഫ്ലൈറ്റ് ഫുള്ളായിട്ട് പൊന്തിക്കഴിഞ്ഞ് പിന്നെ ആസിയാണെങ്കിലും ഞാനാണെങ്കിലും കുറേ ടൈം ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. എന്താ വെച്ചാൽ ഒരു 7:30 ഫ്ലൈറ്റ് ഉണ്ടായത്. നോർമലി കുറേ ആൾക്കാരെല്ലാം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ അങ്ങനെ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങും കൂടി ചെയ്താലേ ഭയങ്കര ഒരു ഇടങ്ങേറായിരിക്കും. പിന്നെ കുറച്ച് ടൈം ഗെയിമെല്ലാം കളിച്ച് പിന്നെ മൂവി കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിലേക്കൊന്നും മനസ്സ് ഒന്ന് ശരിയാകുന്നില്ല, ഒരു ഇടങ്ങേറ് തന്നെയാണെന്നുണ്ടായത്. പിന്നെ ആസിയാണെങ്കിൽ ഇരുന്ന് അങ്ങനെ കളറിങ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാമായിട്ട് ഓൻ ഭയങ്കര ബിസിയാണ്. ഓന് പിന്നെ ഭയങ്കരമായിട്ടുള്ളൊരിതൊന്നുമില്ല. എന്തായാലും കുട്ടികളല്ലേ, അത്രയല്ലേ ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ബേബി ബാസ്ക്കറ്റ് ഉണ്ടായതുകൊണ്ടില്ലേ എനിക്ക് ഭയങ്കര ഹെൽപ്പായിട്ടുണ്ടായിന്. എന്ന് വെച്ചാൽ ഇത്രയും ടൈം കുഞ്ഞിനെ കൈമയോ പിടിക്കലോ അല്ലെങ്കിൽ ചുമലത്ത് കടത്തൽ അതെല്ലാം ഭയങ്കര ഒരു ടാസ്ക് തന്നെയല്ലേ. പക്ഷേ അതുണ്ടായതുകൊണ്ട് അതിൽ ഉറങ്ങുമ്പോൾ അതിലേക്ക് കടത്തിയോണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് അങ്ങ് പോയിട്ടുണ്ടായിന്. പക്ഷേ ഇപ്രാവശ്യം അത് വിട്ടുപോയതുകൊണ്ട് കുറച്ച് ഇങ്ങനെ കൈ തന്നെ പിടിക്കണം. പിന്നെ ഫുഡെല്ലാം വന്ന സമയത്താണെങ്കിലും ഒരു അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഫുഡെല്ലാം കഴിച്ചത്. എന്ന് വെച്ചാൽ കൈമ തന്നെ കുഞ്ഞുണ്ടാവുമ്പം നമുക്ക് അത്ര ഒരു കംഫർട്ടായിട്ട് ഫുഡ് കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ അതുകൊണ്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടാ. കുഞ്ഞി കൈമയുണ്ട്, പിന്നെ ഫോണ് ഫുഡ് എല്ലാം ആയതുകൊണ്ട് അത്ര അങ്ങോട്ട് ഇതായിട്ടില്ല. ഫുഡ് റൈസും ബോൺലെസ് പീസിൻ്റെ ചിക്കൻ കറി, അതുപോലെ പായസമാണ്. പക്ഷേ ഭയങ്കര ടേസ്റ്റിയുള്ള പായസം. പിന്നെ ബണ്ണ്, അതുപോലെ ബട്ടർ, ചീസ്, കോഫി, ചായ, സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം ഉണ്ടായിന് കേട്ടോ. എല്ലാ ഫുഡും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ ഒരു സാലഡ് ഉണ്ടായിന്, അത് നമ്മൾ കഴിച്ചിട്ടില്ല, ബാക്കിയെല്ലാം കഴിച്ചിട്ടുണ്ടായിന്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ വിഷമം വന്നാലില്ലേ ഫുഡ് ഒരു ഫുഡിനോട് ഭയങ്കര ഒരു ക്രേവിങ്സ് ആയിരിക്കും. അതെപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ അധികം ആൾക്കാരും ഉറങ്ങാൻ വേണ്ടി പോകുന്നതാണ്. എന്നാലും പിന്നെ ഫുൾ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് ആസിയ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഉമ്മ ഉറങ്ങണ്ടെന്ന്. പിന്നെ ഞാനും ഉറങ്ങാൻ തന്നിട്ട് ഞങ്ങൾക്ക് ഉറക്കം തീർന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മൾ ഫ്ലൈ ചെയ്യുന്നില്ലേ ദുബായിൻ്റെ മീത്തലെയാണ്. കുറേ ഞാൻ നോക്കിയിട്ടാ ബുർജ് ഖലീഫ മറ്റും കാണുമെന്ന്, പക്ഷെ അതൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഫ്ലൈ ചെയ്യുന്നു. ഈ ടൈമിലെല്ലാം ഭയങ്കര ഒരു ഇടങ്ങേറ് തന്നെയാണ് മനസ്സിന്. എന്താ വെച്ചാൽ നമ്മൾ ആടുന്ന് വിട്ടില്ലേ, അത് വിചാരിക്കുമ്പോൾ ഭയങ്കര ഒരു ഇടങ്ങേറാണ്. പിന്നെ ഫുൾ ടൈം നമ്മൾ മാപ്പ് നോക്കിക്കൊണ്ട് തന്നെയാണ് ഉണ്ടായിന്. എല്ലാവരും ഇങ്ങനെ ഫിലിമെല്ലാം നോക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിലേക്കൊന്നും ഇതാകാൻ പറ്റിയിട്ടാ. പിന്നെ ആ ഒരു ടൈമെല്ലാം നമുക്ക് മേസൂര ഉറക്കം കഴിഞ്ഞ് എണീച്ചിട്ടുണ്ട്. ഞാൻ ഫുഡിൽ കുറച്ച് പായസവും ബന്നും ബട്ടറും അതെല്ലാം ഓന് വെച്ചിട്ടുണ്ടായിന്. പക്ഷെ അതൊന്നും കഴിച്ചിട്ടില്ല, ബന്ന് മാത്രം കഴിച്ചു. എനിക്ക് ഈ ഫ്ലൈറ്റിലെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഡെസേർട്ടായിട്ട് തരുന്ന ഫുഡ്, പായസമായാലും പുഡിംഗ് ആയാലും എല്ലാം ഇല്ലേ, എല്ലാത്തിനും ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റ്, നല്ല തണുത്തിട്ടുണ്ടാവും. അങ്ങനെ അതുപോലെ തന്നെ നമ്മളെ അടുത്ത് സീറ്റിലുണ്ടായ ഒരാൾ കുറച്ച് പ്രായമുള്ള ആളാണ്. പക്ഷെ അവർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിന് കേട്ടോ. പിന്നെ കുട്ടികളെല്ലാം ഒപ്പരം കണ്ടുകൊണ്ടായിരിക്കും എന്തെങ്കിലും അത്യാവശ്യമെല്ലാം വരുമ്പോൾ നല്ലവണ്ണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിന്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് മേസു കുറച്ച് നേരമെല്ലാം ഇങ്ങനെ കളിച്ചിട്ടുണ്ടായിന് കേട്ടോ. ഓനെയും ബോറടിച്ചിട്ടുണ്ടായിന് ഇങ്ങനെ ഒരേ ഇരുത്തായിരിക്കുമ്പം. പിന്നെ ഓന് നിലത്തെല്ലാം അങ്ങനെയെല്ലാം കുറച്ച് നേരം കളിച്ച്. ഓനെ കുറച്ച് ടോയ്സും ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ടായിന്, ബോളും അതുപോലെ കാറ് അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ ലാസ്റ്റ്
കൊച്ചിയിൽ ലാൻഡായി. കുവൈത്തിലേക്ക് പോകുന്ന സമയത്താണെങ്കിൽ ഫ്ലൈറ്റ് ലാൻഡായിട്ട് എല്ലാവരും ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ നോക്കിന്. ഇതിപ്പം കൊച്ചിയിൽ ലാൻഡായാലും വലിയൊരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ലാസ്റ്റ് ഞാൻ തിരക്കിട്ട് ഇറങ്ങാൻ തോന്നിയിട്ട് ലാസ്റ്റ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലാസ്റ്റാണ് ഞാൻ ഇറങ്ങുന്നത്. ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ഉണ്ടായത്. എന്നുവെച്ചാൽ എന്തോ ഒരു മനസ്സിനെന്തോ ഒരു വല്ലാത്തൊരു ഇടങ്ങേറ് പോലെ ഉണ്ടായത്. അങ്ങനെ അവിടെ എത്തി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ലഗേജെല്ലാം വേഗം കിട്ടിയിട്ടുണ്ടായിന്. പിന്നെ ലഗേജ് എടുക്കാനും ഒരാൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിന്. പിന്നെ എയർപോർട്ടിൽ നിന്ന് തന്നെ ടാക്സിയെല്ലാം ബുക്ക് ചെയ്തിട്ട് നമ്മൾ ആലുവയിലേക്ക് പോയി. അവിടെയാണ് റൂം എടുത്തിട്ടുണ്ടായത്. അങ്ങനെ പിന്നെ 8:30 നമുക്ക് വന്ദേ ഭാരത്. അങ്ങനെ 8:30 ആകുമ്പോൾക്ക് സ്റ്റേഷനിലേക്ക് പോയി. അവിടുന്ന് വന്ദേ ഭാരതിൽ കയറി. ഇതായാലും ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് വന്ദേ ഭാരതിൽ. ഫുഡെല്ലാം നമ്മൾ പെയ്ഡായിട്ട് ചെയ്തതാണ്. അപ്പം അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ കണ്ണൂരേക്കാന്ന് പോകുന്നത്. കണ്ണൂരിൽ നിന്ന് പിന്നെ പരക്കേക്ക് ടാക്സിയിൽ പോകും. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.